ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. ആയിക്കൊണ്ട് പോട്ടെ. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടിയാരെ പഠിപ്പിച്ചത്? ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. അത് തന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടമാണ്. ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ കുലുമാൽ രാജക്കെട്ടിട്ട് പോയി ചേച്ചി ഭർത്താവ്. ഇവൻ ഇവളിപ്പോ വേണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി, കാശൊക്കെ കൈ തീർന്നു. നീ ശരിക്കും കേട്ടോടാ? എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ. അതൊന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കി. ഗുരുവായൂർ ഭാഗത്തു നിന്നാണ് രണ്ടുപേരും ഒളിച്ചോടി പോയിട്ടുള്ളത്. സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടിയ സഹോദരിയുടെ സഹോദരി. കൊള്ളാം. ആ ഒരു സാധനം തന്നെ. അടുത്ത ക്ലിപ്പല്ല, വോയിസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ എന്തിനീ പുകലികൾ അത്ര? അതായത് ഇവർ ഇപ്പോ ഈ പെണ്ണിനെ ഒഴിവാക്കി പോയി. ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ വീട്ടുകാർ കയറ്റിയില്ല. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? വീട്ടുകാരെ കയറ്റിയില്ല എന്നുള്ളതല്ല, അനാഥാലയത്തിലേക്ക് മാറാനുള്ള ഒരു പരിപാടിയിലാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. എപ്പോഴും വീഡിയോ അല്ലേ, ആ വീഡിയോയില് സംഭവം വേറെ ഒന്നുമല്ല. ഇവൻ ഇവളിപ്പോ വേണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി, കാശൊക്കെ കൈ തീർന്നു. മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ഒരാളെ കണ്ട് പോലീസിൽ അറിയിച്ചു. അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും. നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി. അതിങ്ങനെ ഒരു ആപ്പാവൂന്ന് ഞാൻ കരുതിയോ? നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മയച്ഛനും അവനെ കേട്ടിട്ടില്ല. വീട്ടിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളില്ലെന്ന് പറഞ്ഞ് കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഇവന്മാരുടെ പടം കണ്ടാ പറയോ ഇവരിതൊക്കെ ചെയ്യുമെന്ന്? ഇറക്കി വിട്ടു. പിന്നെ ഇപ്പൊ അവിടെ എന്തോ മുസ്ലിംസ് ആകാൻ പോവാന്ന് പറഞ്ഞു. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും നടക്കാന്നാ ഞാൻ അറിഞ്ഞത്. വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, നമുക്കറിയാവുന്ന ഒരു ഫാമിലി ചേട്ടൻ. പുള്ളിക്കാരനൊക്കെ നമ്മൾ അറിയാവുന്ന. അപ്പൊ അവരാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്.